ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ നമ്മൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണിത്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. കാണാത്തവർ തീർച്ചയായും പോയി കാണുക. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പോക്കറ്റ് ഡയറിയാണ്. ഈ പോക്കറ്റ് ഡയറി ഉണ്ടാക്കുന്ന ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ എനിക്ക് വേണ്ട സൈസിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിനൊരു കവർ പേജ് വേണം. കവർ പേജിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതേ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കവർ പേജിന് വേണ്ടി സെൻറ്ററിലേക്ക് എടുത്ത പീസ് നമുക്ക് എത്രയാണോ നോട്ട്ബുക്കിൻ്റെ സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ആ സെൻറ്ററിലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനിടയിൽ വേറൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായി. നമ്മൾ ആദ്യം പേജസ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത പേപ്പേഴ്സ് നമുക്കൊന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ഈ ബാക്കി പ്രോസസ്സ് ചെയ്യുമ്പോഴേക്ക് അതൊന്ന് സെറ്റാവുള്ളൂ. ആ ഫെവിക്കോൾ സെറ്റാവണമെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെക്കണം. അതിന് ഞാൻ 2 സൈഡും ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പേജസ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്ലിപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇനി ആ കവർ പേജിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ടാക്കി ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. അങ്ങനെ നമ്മുടെ പോക്കറ്റ് ഡയറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്രാഫ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് അടിപൊളി നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതിനായിട്ട് 4 സൈഡും ഞാൻ വാഷി ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 നെയിം സ്ലിപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. 3ലും ഞാൻ ഡിഫറെൻറ്റ് കളറിലാണ് വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്കിതിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റിക്കേഴ്സ് ഞാൻ ഒട്ടുമിക്ക ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിലും കണ്ടിട്ട് പർച്ചേസ് ചെയ്തതാണ് ഷോപ്പിൽ നിന്ന് തന്നെ. അടിപൊളി സ്റ്റിക്കേഴ്സാണ്. ഞാൻ എൻ്റെ ഒരുവിധം എല്ലാ ക്രാഫ്റ്റിലും ഇപ്പം ഈ സ്റ്റിക്കേഴ്സ് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 3 നെയിം സ്ലിപ്പിലും സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം സ്ലിപ്പിൽ എഴുതി കൊടുക്കാം. നമ്മുടെ പാർട്ട് 1 വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇന്നലെ ഒരു സ്കെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാൻഡ് മെയ്ഡായിട്ട്. ആ സ്കെയിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ലൈൻസ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ 3 നെയിം സ്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് ഈ നെയിം സ്ലിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പെന്നിനെ മേക്ക് ഓവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ വാഷി ടേപ്പ് വെച്ചിട്ട് ഈ പെന്നൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു ക്യാപ്പ് വേണം. അതിന് ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇനി ആ ക്യാപ്പിന് നമുക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഞാൻ നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. ഫൈനലി നമ്മൾ പെന്നിനെ മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് ചെയ്ത ക്രാഫ്റ്റിൽ നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.